ഹായ് ഫ്രണ്ട്സ്, ശ്രീനാഥാണ്. അപ്പോൾ നമ്മളിതാ തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് നമ്മുടെ ഡബിളിംഗ് അപ്ഡേറ്റ്സിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അനന്തപുരി എക്സ്പ്രസ്സിൽ കയറിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ തൊട്ട് നമ്മളൊരു പുതിയ രീതി അഡോപ്റ്റ് ചെയ്യണം. മാക്സിമം ഒരു 15-20 മിനിറ്റ്സ് വീഡിയോസ് ആയിരിക്കും നമ്മളിനി ഇടുന്നത് ഡബിളിംഗ് അപ്ഡേറ്റ്സിൻ്റെ. കാരണം ഒരുപാട് പേര് കമൻസിൽ അല്ലാതെയും നമ്മളോട് പറയുന്നുണ്ട് ഡ്യൂറേഷൻ ഭയങ്കര കൂടുതലാണ്. അപ്പം നമുക്കും അത് ഫീൽ ചെയ്ത്, കാരണം 1 മണിക്കൂർ വീഡിയോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളാണെങ്കിലും ഇരുന്ന് കാണത്തില്ലല്ലോ. സോ ഇനി മാക്സിമം 15-20 മിനിറ്റ്സിൻ്റെ വീഡിയോസ് ആയിരിക്കും. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഈ ഒരു സ്ട്രെച്ച് നമ്മുടെ ബാലരാമപുരം ടണൽ വരെ ഈ ഒരു സ്ട്രെച്ച് വർക്കുകൾ കാണിക്കാം. അത് ഫസ്റ്റ് പാർട്ടായിട്ട്. അത് കഴിഞ്ഞിട്ട് അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഡിവൈഡ് ചെയ്ത് കാണിക്കാം എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് വർക്കുകളൊക്കെ. അപ്പോൾ ആദ്യത്തെ പാർട്ട് ബാലരാമപുരം തുരങ്കം തുടങ്ങുന്ന സ്ഥലം വരെ ആയിരിക്കും നമ്മൾ വർക്കുകൾ കാണിക്കുന്നത്. അപ്പം ഇവിടെയൊക്കെ മെഷീൻ വർക്കിംഗ് ആണ്. ഇവിടെ എന്താ പറയുക, പൈലിംഗ് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കറക്റ്റ് പറഞ്ഞാൽ നമ്മുടെ തൈക്കാട് ഹോസ്പിറ്റലിൻ്റെ സൈഡൊക്കെ ആയിട്ട് വരുന്നതാക്കണ്ട ആ മെഷീൻ വർക്കിംഗ് ആണ്. അപ്പോൾ അവിടെ പൈലിംഗ് വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. അവിടെയും രണ്ടാമത്തെ ഒരു സ്പോട്ടിൽ പൈലിംഗ് വർക്കുകൾ നടക്കുകയാണ്. അപ്പോൾ ഇത് നമ്മൾ തമ്പാനൂർ എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം തമ്പാനൂർ സ്റ്റേഷനിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങാൻ, സെൻട്രൽ സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയാണ്. ഈ ഒരു സൈഡിലായിരിക്കും നമ്മുടെ പുതിയ ട്രാക്ക് വരുന്നത്. അതായത് ഈ ഒരു മലയിലല്ലോ കല്ല് കെട്ടി വെച്ചേക്കുന്ന സ്ഥലമൊക്കെ പൊളിച്ച് മാറ്റിയിട്ടായിരിക്കും പുതിയ ട്രാക്ക് വരുന്നത്. കാരണം അപ്പുറത്തെ സൈഡിൽ നമ്മുടെ ഷണ്ടിങ് നെക്കാണ്. ഷണ്ടിങ് നെക്കിനെ എന്തായാലും മാറ്റാൻ സാധ്യതയില്ല. ഷണ്ടിങ് നെക്ക് മാറ്റാൻ പറ്റത്തുമില്ല. കാരണം ഷണ്ടിങ് നെക്ക് ഇല്ലെങ്കിൽ ഇവിടെ കിടിലൻ കോമഡി ആയിരിക്കും ഇവിടുത്തെ ഓപ്പറേഷനൊക്കെ. അപ്പം ഈ ഒരു സ്ഥലം കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ സൈഡിലെ കാഴ്ചകൾ കാണാൻ പറ്റത്തുള്ളൂ. ഇവിടെയെല്ലാം നല്ല ഹൈറ്റിലാണ് ഭിത്തിയൊക്കെ നിൽക്കുന്നത്. ഇതേ ചേട്ടൻ തന്നെയാണെന്ന് തോന്നുന്നു. കഴിഞ്ഞ വീഡിയോയിലും ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരുന്നു. സംസാരിച്ച് കുളമാക്കും. ബെസ്റ്റ് ആരൊക്കെയോ പുല്ലൊക്കെ പറിച്ച് കളിക്കുന്നു. അപ്പോൾ ഈ ഒരു ഏരിയയിലൊക്കെ നമ്മുടെ വർക്കുകളൊക്കെ നേരത്തെ തുടങ്ങിയിരുന്നു. പക്ഷേ ഇപ്പം വർക്കുകളൊക്കെ നിന്ന അവസ്ഥ മീൻസ് അപ്പോൾ അവർ അപ്പുറത്തെ സൈഡിലാണ് ഇപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. എനിക്കൊന്ന് ബ്രിഡ്ജസിനുള്ള പണി അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഭാഗത്ത് നിലവിൽ വർക്കുകളൊന്നും നടക്കുന്നില്ല. നമ്മുടെ കിള്ളിപ്പാലത്തെ മറ്റേ പാലമൊക്കെ, പുതിയ പാലത്തിന് വേണ്ടിയിട്ടുള്ള പൈലിംഗ് വർക്കുകളൊക്കെ അവർ ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിരുന്നു. ചെറിയൊരു ബേസ് പോലൊക്കെ ചെയ്ത് വെച്ചിരുന്നു. അതായത് നമ്മുടെ പിയറിനുള്ള പോലത്തെ സെറ്റപ്പൊക്കെ ചെയ്തതാണ്. പക്ഷേ അതിവിടെ മൊത്തം കാടായി മാറിയിട്ടുണ്ട്. ഈ ഒരു സൈഡിലും പിയറിനുള്ള സ്ട്രക്ചർ കാണുന്നതാണ്. പക്ഷേ ബാക്കി പിന്നെ അവിടെ മൊത്തം പുല്ലും ഒക്കെ വളർന്ന് ആകെ അലമ്പാണ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ലെവൽ ക്രോസ് എത്തി. ഫസ്റ്റ് ലെവൽ ക്രോസാണിത്. അപ്പോൾ ഇവിടെ എന്താ പൈലിംഗ് വർക്കുകളൊക്കെ നടക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഇവിടെ എന്തിനു വേണ്ടിയിട്ടാണ് പൈലിംഗ്? ഇവിടെ ഇനി മേൽപ്പാലം ആണോ അറിയില്ല. എന്തായാലും നോക്കാം, നമുക്ക് വരുന്ന വഴിക്ക് കാണാം. വർക്ക് പ്രോഗ്രസ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് മനസ്സിലാവും എന്താണ് ഇവിടെ കൺസ്ട്രക്ട് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്. അപ്പോൾ നമ്മൾ തിരുവനന്തപുരം വിട്ടു, വണ്ടി സ്പീഡ് പിടിച്ച് തുടങ്ങി. ഇവിടെയൊക്കെ നിങ്ങൾക്ക് കാണാം സംരക്ഷണ ഭിത്തിയൊക്കെ കെട്ടി അവിടെ മണ്ണൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. ലെവലിംഗ് തുടങ്ങിയിട്ടുണ്ട് ജസ്റ്റ്. അപ്പോൾ രണ്ടാമത്തെ ലെവൽ ക്രോസ് പാസ് ചെയ്തു. ഇവിടെ എന്താ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. നമ്മുടെ സംരക്ഷണ ഭിത്തിയൊക്കെ നിർമ്മിക്കുന്ന വർക്കുകൾ നടക്കുന്നു. സ്ലാബുകളൊക്കെ വാർക്കുന്നുണ്ട്. ഇവിടെ ഇന്ന് തെരഞ്ഞെടുപ്പിൻ്റെ ദിവസമാണ്, 9/12. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പാർട്ട് വീഡിയോ ബാലരാമപുരം വരെ. അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു നെയ്യാറ്റിൻകര കുഴിത്തറ വരെ വല്ലതും നമുക്ക് കവർ ചെയ്യാൻ പറ്റുമായിരിക്കും. മാക്സിമം കുഴിത്തറ വരെയൊക്കെ എത്തത്തുള്ളൂ വെട്ടത്തിൽ. എരണിയിൽ വരെ എത്താം എന്നുള്ളതാണ് നമ്മുടെ കാൽക്കുലേഷൻ. അതേപോലെ തന്നെ തിരിച്ച് മെമൂന് വരാം എന്നാണ് വിചാരിക്കുന്നത്. കന്യാകുമാരി മെമു ഉണ്ടല്ലോ. അപ്പോൾ തിരുവനന്തപുരം
സെൻട്രലിൽ നിന്ന് പുറപ്പെട്ട് തിരുവനന്തപുരം സൗത്ത് ലക്ഷ്യമാക്കി നീങ്ങുകയാണ്. അപ്പോൾ ക്രോസിംഗ് ഒന്നും വരാനില്ല ഇനി. അതായത് നമ്മുടെ കരമന പാലമാണ്. വണ്ടി നല്ല അടിപൊളിയായിട്ട് കർവ് ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ടാറ്റാ. അല്ല പിന്നെ പിള്ളേരൊരു ടാറ്റ വെച്ച് നമ്മൾ കൊടുക്കണ്ടേ, മോശമല്ലേ കൊടുത്തില്ലെങ്കിൽ. ഇവിടേക്ക് ഇത് അണ്ടർപാസൊക്കെ നല്ല എക്സ്റ്റെൻഡ് ചെയ്ത് വീതി കൂട്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഒരു അണ്ടർപാസ് ആയിരിക്കണം. അവിടെ സംരക്ഷണ ഭിത്തിയൊക്കെ കെട്ടി ലെവലിംഗ് വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ സംരക്ഷണ ഭിത്തി ഇല്ലാത്ത സ്ഥലങ്ങളിൽ മണ്ണൊക്കെ ഇടിയുന്നുണ്ട്. അത് നാട്ടുകാർക്കൊരു ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ നമ്മുടെ ഈ ഒരു ഏരിയയിലാണ് മറ്റേ ഇതുവരെയും പൊളിക്കാത്ത ഒരു വീടുള്ളത്. ആ വീട് ഇപ്പോഴും അതുപോലെ തന്നെ അവിടെ ഉണ്ട്. ഇതാണ് ആ പൊളിക്കാത്ത വീട്. ആ വീട് ഇതുവരെ പൊളിച്ചിട്ടില്ല. ബാക്കി ഏരിയ മൊത്തം പൊളിച്ച് ലെവലാക്കി ഇട്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ തൊട്ടടുത്തത് നമ്മുടെ കരമന 6 കുറുകെയുള്ള പുതിയ പാലത്തിൻ്റെ കൺസ്ട്രക്ഷനാണ്. ഇവിടെ ഒരു വാട്ടർ ടാങ്കൊക്കെ ഇരിപ്പുണ്ട്. KCK ഇൻഫ്ര എന്ന് പറയുന്ന കമ്പനിയുടെ വണ്ടികളൊക്കെയാണ് ഇവിടെ കിടക്കുന്നത്. ഇതാണ് നമ്മുടെ കരമന പാലത്തിന് കുറുകെയുള്ള എന്താ പറയുക, നമ്മുടെ പിയറുകളൊക്കെ കൺസ്ട്രക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഏകദേശം പാപ്പനംകോട് എസ്റ്റേറ്റ് എന്ന് പറഞ്ഞ ഭാഗത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പിള്ളേരതേ ട്രെയിനുമായിട്ട് ഓട്ടമത്സരം നടത്തുന്നു. അപ്പോൾ അതാ അടുത്തത് നമ്മൾ സ്റ്റുഡിയോ റോഡ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് നീങ്ങുകയാണ്. ഇവിടെയൊക്കെ നാളുകൾക്ക് മുന്നേ തന്നെ എല്ലാം ലെവലൊക്കെ ചെയ്തിട്ടിരിക്കുകയാണ്. ഇനി അടുത്തത് ബല്ലാസ്റ്റ് ഇറക്കി പുതിയ ട്രാക്ക് സെറ്റ് ചെയ്താൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടത്തേക്ക് ലക്ഷണം കണ്ടിട്ട് അങ്ങിങ്ങായിട്ട് ചെറിയ കോൺക്രീറ്റ് വർക്കുകളൊക്കെ കാണാം. ചിലപ്പോൾ അത് പോളുകൾക്ക് വേണ്ടിയിട്ടാവാം. തിരുവനന്തപുരം സൗത്ത് സ്റ്റേഷൻ തുടങ്ങുന്നു. തിരുവനന്തപുരം സൗത്ത് സ്റ്റേഷൻ്റെ സിഗ്നൽ, ഹോം സിഗ്നൽ ഇവിടെയാണ്. ഈ കടന്നു പോയതാണ് ഇപ്പോഴത്തെ സിഗ്നൽ. ഭാവിയിൽ അത് ഒരുപാട് വലിയ സിഗ്നലായിട്ട് മാറും. ഇവിടെയൊക്കെ ലെവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ഒരു പാലം ഇനിയും പൊളിക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ ആ സൈഡിലുള്ള സ്ഥലങ്ങളെല്ലാം പൊളിച്ച് ലെവൽ ചെയ്തിട്ടുണ്ട്. 100 km/h ഇപ്പോഴത്തെ ഇവിടുത്തെ സ്പീഡ്. അവിടെ ഇത്തിരി കൂടെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പിറ്റ് ലൈന് നേരത്തെ ഉണ്ടായിരുന്നതിനെക്കാട്ടി ഏകദേശം ഒരു കോച്ചും കൂടെ എക്സ്ട്രാ പിടിക്കാവുന്ന രീതിയിൽ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് പിറ്റ് ലൈന്. രണ്ട് പിറ്റ് ലൈനുകളാണ് നിലവിൽ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്കുള്ള സ്ഥലം സ്റ്റേബിളിംഗ് ലൈനുകൾക്ക് വേണ്ടിയിട്ടാണ്. അവിടെ ഒരു പാലമുണ്ട്, ചെറിയ പാലം മീൻസ് ഒരു പിയർ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു പിയർ കൺസ്ട്രക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് മേൽപ്പാലത്തിന് വേണ്ടിയിട്ട്. നമ്മുടെ ഊരുട്ടമ്പല റോഡിൻ്റെ മേൽപ്പാലത്തിന് വേണ്ടിയിട്ടാണ്. ഇവിടേക്ക് നമ്മുടെ ഷണ്ടിങ് നെക്ക് ആയിരിക്കും. ഈ ഒരു ഇടതുവശത്തായിരിക്കും ഷണ്ടിങ് നെക്ക്. അങ്ങറ്റം ഷണ്ടിങ് നെക്കും അതിനപ്പുറം നമ്മുടെ എന്താ പറയുക ഡൗൺ ലൈനും ആയിരിക്കണം. ഏകദേശം ഈ ഒരു ഏരിയ വരെ നമ്മുടെ ഷണ്ടിങ് നെക്ക് നീളും.
ഇവിടെ തൊട്ട് പിന്നെയും വർക്കുകൾ നടന്നിട്ടുണ്ട്, ലെവലിംഗ് വർക്കുകൾ നടന്നിട്ടുണ്ട്. മുകളിലൊക്കെ വർക്ക് നടക്കുന്നുണ്ട്. അതൊക്കെ ചെറിയ റോഡുകളൊക്കെ ഉള്ള സ്ഥലങ്ങളൊക്കെയാണ്. അത് വെള്ളം പോകാനുള്ള സ്ഥലമായിരിക്കണം. ഇവിടെയൊക്കെ മണ്ണൊക്കെ എടുത്തിട്ടുണ്ട് നല്ലപോലെ. ഇടയ്ക്ക് അങ്ങിങ്ങായിട്ട് മണ്ണിടിച്ചിലും നടക്കുന്നുണ്ട്. അവിടെ ഒരു വെള്ളത്തിൻ്റെ ചാല്. അതും വീതി വെച്ച് നോക്കുമ്പോൾ വെള്ളത്തിൻ്റെ ചാല് തന്നെ ആയിരിക്കണം. അതും ഇവിടെയും കൊണ്ടുവരണം. ഇതൊക്കെ കൺസ്ട്രക്ഷൻ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഇവിടെയൊക്കെ നല്ല രീതിയിൽ ലെവൽ ചെയ്തിരിക്കുന്നത് കാണാം നിങ്ങൾക്ക്. നിലവിൽ നമ്മൾ ബാലരാമപുരം തുരങ്കത്തിൻ്റെ അടുത്തേക്ക് നീണ്ടുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് നോക്കാം. അതായത് ബാലരാമപുരം തുരങ്കം വരെ എത്തുമ്പോഴത്തേക്കും 15 മിനിറ്റൊക്കെ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ നെയ്യാറ്റിൻകര വരെ ഫസ്റ്റ് പാർട്ട് നിർത്താം. നെയ്യാറ്റിൻകര വരെ ആക്കാനുള്ള സമയം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ 11 മിനിറ്റേ ആയിട്ടുള്ളൂ. നമ്മൾ ഏകദേശം ബാലരാമപുരം തുരങ്കം എത്തുന്നുണ്ട്. തുരങ്കമൊക്കെ എത്തുമ്പോൾ നമ്മളൊന്ന് കട്ട് ചെയ്യുമല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് കുഴപ്പമില്ല, നെയ്യാറ്റിൻകര വരെയുള്ള സമയം കിട്ടുന്നുണ്ട്. ഇവിടെ ഒരു വെള്ളം പോകാനുള്ള ചാല് നിർമ്മിക്കാനുള്ള തകൃതിയായ പണികൾ നടക്കുന്നുണ്ട് അവിടെ. ഇതിപ്പോൾ നമ്മൾ ഏകദേശം നമ്മുടെ തുരങ്കത്തിൻ്റെ അടുത്തെത്തി. ഈ ഒരു സ്പോട്ടിലായിരിക്കും പുതിയ തുരങ്കം വരുന്നത്. ആസ് ഓഫ് നൗ പുതിയ തുരങ്കം തന്നെയാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ബാലരാമപുരത്തെ തുരങ്കത്തിലോട്ട് കയറുകയാണ്. ഇനി തുരങ്കം ഇറങ്ങുന്ന സമയത്ത് നമുക്ക് വീഡിയോ എടുക്കാം. അപ്പോൾ നമ്മുടെ വണ്ടി ബാലരാമപുരം തുരങ്കത്തിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ മുകളിലൊക്കെ ലെവലിംഗ് വർക്കുകളും ഒക്കെ നടക്കുന്നത് നിങ്ങൾക്ക് കാണാം. അതോടൊപ്പം തന്നെ ഇവിടെ ഇപ്പം ആളുകൾക്ക് ക്രിക്കറ്റ് കളിക്കാനുള്ള ഗ്രൗണ്ടൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബാലരാമപുരം തുരങ്കത്തിൽ നിന്ന് പതുക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. തുരങ്കത്തിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നു. ഈ സൈഡിൽ ഇനി കൺസ്ട്രക്ഷൻ നമ്മുടെ സംരക്ഷണ ഭിത്തിയൊക്കെ വരേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അവിടെ സംരക്ഷണ ഭിത്തിയുടെ കൺസ്ട്രക്ഷൻ നടക്കുന്നത് നിങ്ങൾക്ക് കാണാം ആ ഒരു എൻഡിലായിട്ട്. പിന്നെ ഈ ഒരു ഏരിയയെ സംബന്ധിച്ച് വേറൊരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ട്രാക്ഷൻ സബ്സ്റ്റേഷൻ വരേണ്ടതായിട്ടുണ്ട്. അതായത് നിലവിൽ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ട്രാക്ഷൻ സബ്സ്റ്റേഷൻസ് ഒന്ന് നാങ്കുനേരിയുണ്ട്, ഒന്ന് എരണിയലുണ്ട്, പിന്നെ അത് കഴിഞ്ഞാൽ കഴക്കൂട്ടമേ ഉള്ളൂ. അപ്പം നിലവിൽ കഴക്കൂട്ടം നിന്നുള്ള സപ്ലൈ വെച്ചാണ് ബാലരാമപുരം വരെ ഫീഡ് ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ അവിടെ നിന്ന് അങ്ങോട്ട് എരണിയലാണ് ഈ പറഞ്ഞ അരൾവായ്മൊഴിയൊക്കെ ഫീഡ് ചെയ്യുന്നത്. അപ്പോൾ എരണിയലിൽ നിലവിൽ നമുക്ക് ഉള്ള ലോഡ് പോലും നമുക്ക് പ്രോപ്പറായിട്ട് ഫീഡ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ നിലവിലുണ്ട്. സോ ഒരു ട്രാക്ഷൻ സബ്സ്റ്റേഷൻ പുതിയതായിട്ട് ബാലരാമപുരത്ത് വരുമെന്നാണ് അറിയുന്നത്. എളുപ്പമാണ്, കാരണം ഈ ഒരു ലൊക്കേഷൻ എന്ന് പറയുന്നത് ബാലരാമപുരത്തെ നമ്മുടെ ട്രാക്ഷൻ സബ്സ്റ്റേഷൻ വരാൻ പറ്റിയ ലൊക്കേഷനാണ്. കാരണം ഇവിടുന്ന് നേരെ നോക്കിയാൽ കാണുന്നത് നമ്മുടെ സബ്സ്റ്റേഷനാണ്. അതായത് 110 kV KSEBിയുടെ സബ്സ്റ്റേഷനാണ് നേരെ സൈഡിൽ കാണുന്നത്. അപ്പോൾ ജസ്റ്റ് ഒരു ഏതാനും മീറ്ററുകൾ നീളത്തിൽ ഫീഡർ വലിക്കുകയോ അല്ലെങ്കിൽ കേബിൾ ഇടുകയോ ചെയ്ത് കഴിഞ്ഞാൽ ആ നേരെ അവിടെ കാണുന്ന ടവറുകളൊക്കെ നമ്മുടെ സബ്സ്റ്റേഷൻ്റെ അടുത്തുള്ള ടവറുകളാണ്. ഈ ഒരു പോയിന്റിൽ നിന്ന് നേരെ നോക്കിയാൽ നമുക്ക് നമ്മുടെ സബ്സ്റ്റേഷൻ കാണാം. സോ ഇത്രയും ഒരു ദൂരം മാത്രമേ, ഒരു 200 മീറ്റർ 300 മീറ്റർ മാക്സിമം ദൂരം മാത്രമേ ഇവിടുന്ന് സബ്സ്റ്റേഷനിലോട്ടുള്ളൂ. സോ നമ്മുടെ വണ്ടി തുരങ്കത്തിൽ നിന്ന് ഇറങ്ങി സ്പീഡ് പിടിക്കുകയാണ്. അപ്പം ഇതിൻ്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നിലവിൽ ഈ നമ്മുടെ പാറശാല തൊട്ട് അരളവായ്മൊഴി വരെയുള്ള ഒരു സെക്ഷനിൽ, ആ ഒരു ലൈൻ ഉണ്ടല്ലോ നമ്മുടെ സെക്ഷനിൽ, ഒരു ലോഡഡ് ഗുഡ്സ് ഉണ്ടെങ്കിൽ വേറൊരു ലോഡഡ് ഗുഡ്സ് ഈ സെക്ഷനിൽ കൂടെ ഓടാൻ പറ്റാത്തൊരവസ്ഥ നിലവിലുണ്ട്. അത് ഞാൻ പണ്ടിങ്ങനെ കേട്ടിട്ടുണ്ട്. കാരണം ഒരു പ്രാവശ്യം ഞാൻ ഇങ്ങനെ ഒരു BTPനും ബോക്സിനും കൂടെ ഒന്നിച്ച് ഇവിടെയൊക്കെ വെള്ളത്തിൻ്റെ ചാലൊക്കെ നിർമ്മാണം നടക്കുകയാണ്. ഒരു BTPനും ഒരു ബോക്സിനും കൂടെ ഒന്നിച്ച് വന്നിട്ട് BTPയും കയറിപ്പോയി, പക്ഷേ ബോക്സിനെ പിടിച്ചിട്ടു വഴിയിൽ പാറശാലയിൽ ഒതുക്കിയിരിക്കുക. അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞതാണ്, അതായത് അറ്റ് എ ടൈം ഒരു വണ്ടി മാത്രമേ ആ സെക്ഷനിൽ, ഒരു ലോഡഡ് ഗുഡ്സ് മാത്രമേ ആ സെക്ഷനിൽ പറ്റത്തുള്ളൂ. അതിനുള്ള കറണ്ട് മാത്രമേ നിലവിൽ എരണിയലിനോ പുറത്തോട്ട് കൊടുക്കുന്നുള്ളൂ എന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ ആ ഒരു അവസ്ഥയൊക്കെ മാറ്റാനായിട്ട് ബാലരാമപുരത്ത് പുതിയ ഒരു സബ്സ്റ്റേഷനും കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ വീടുകളൊക്കെ പൊളിക്കുന്ന ജോലികൾ, ലെവലിംഗ് വർക്കുകൾ, നല്ല വീതിക്ക് ഇവിടെയൊക്കെ സ്ഥലം എടുത്തു കേട്ടോ.
നമ്മുടെ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം, അതുമായിട്ട് നല്ല മാറ്റം വരുന്നുണ്ട്. ഇത് അവിടെയൊക്കെ നല്ല വീതിക്ക് സ്ഥലം എടുക്കുന്നുണ്ട്. നമ്മുടെ ബാലരാമപുരം സ്റ്റേഷൻ്റെ വർക്കുകളൊക്കെ നടക്കുന്ന ഏരിയയാണിത്. ബാലരാമപുരം സ്റ്റേഷൻ നിങ്ങൾക്കറിയാവുന്നതുപോലെ ആക്ച്വലി എന്താ പറയുക, ഈ വിഴിഞ്ഞത്തോട്ടുള്ള ലൈന് ബാലരാമപുരം സ്റ്റേഷനിൽ നിന്നായിരിക്കും, സ്റ്റേഷനിൽ നിന്ന് കുറച്ച് പുറത്തോട്ട് മാറിയായിരിക്കും ഡൈവേർട്ട് ചെയ്യുന്നത്. ഞാൻ അറിഞ്ഞത് വെച്ച് മെയിൻ ലൈനിൽ നിന്ന് തന്നെ ആയിരിക്കും ഡൈവേർട്ട് ചെയ്യുന്നത്. എല്ലാവരും ബാലരാമപുരം ജംഗ്ഷൻ ആവുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അല്ലേ തന്നെ പ്ലാറ്റ്ഫോമിൽ നിന്ന് സെപ്പറേറ്റ് ലൈൻ ഉണ്ടെങ്കിലേ ജംഗ്ഷൻ ആവത്തുള്ളൂ. ഇത് ജസ്റ്റ് ഒരു ഗുഡ്സിൻ്റെ ആപ്ലിക്കേഷൻ കൂടെ ആയതുകൊണ്ട് വിഴിഞ്ഞത്തോട്ടുള്ള ലൈൻ എന്ന് പറഞ്ഞാൽ ഗുഡ്സ് ലൈൻ തന്നെയാണ്. ഇവിടെ എല്ലാം വെള്ളത്തിൻ്റെ ചാലുകളൊക്കെ കൺസ്ട്രക്ഷൻ നടക്കുകയാണ്. ഇവിടെയൊക്കെ നല്ല രീതിയിൽ ലെവൽ ചെയ്തിട്ടുണ്ട് സ്ഥലങ്ങൾ. ഇതൊക്കെ പുതിയ അപ്ഡേറ്റ്സ് ആണ്. അപ്പം എന്തായാലും ബാലരാമപുരം ലൈന്, ബാലരാമപുരം വിഴിഞ്ഞം ലൈൻ എന്ന് പറയുന്ന ഒരു ഗുഡ്സ് ലൈനാണ്. സോ എന്തായാലും അത് എന്താ പറയുക, ജംഗ്ഷൻ സ്റ്റാറ്റസ് ഒന്നും കിട്ടത്തില്ല. സോ അത് മാത്രമല്ല, നിലവിൽ അറിയുന്നത് വെച്ച് മെയിൻ ലൈനിൽ നിന്ന് കുറച്ച് മുന്നിലായിട്ടാണ് ഇതിൻ്റെ ഡീവിയേഷൻ വരുന്നത്. സോ എന്തായാലും ആ ഒരു ജംഗ്ഷൻ എന്നുള്ള സ്റ്റാറ്റസ് നോക്കുക വേണ്ട. അപ്പോൾ ഇവിടെയൊക്കെ പുതിയതായിട്ട് സ്ഥലമൊക്കെ ലെവൽ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. മരങ്ങളൊക്കെ മുറിച്ച സ്ഥലത്ത് ലെവലിംഗ് വർക്കുകൾ തുടങ്ങിയിട്ടുണ്ട്. KSEBിയുടെ പോസ്റ്റൊക്കെ ഇരിപ്പുണ്ട്. അതൊക്കെ അവർ സമയത്തിന് മാറ്റിക്കൊടുത്താൽ നല്ലതായിരുന്നു. അപ്പോൾ നമ്മൾ ഏകദേശം നെയ്യാറ്റിൻകര സ്റ്റേഷൻ്റെ അടുത്തോട്ട് എത്തുന്നു. കുറച്ച് മുന്നിലായിട്ട് നമ്മുടെ നെയ്യാറ്റിൻകര സ്റ്റേഷൻ്റെ യാർഡ് തുടങ്ങും. അപ്പോൾ നമുക്ക് ഈ നെയ്യാറ്റിൻകര സ്റ്റേഷൻ എത്തുമ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ നമുക്ക് അവസാനിപ്പിക്കാം. അതിന് ശേഷം നമുക്ക് അടുത്ത ഭാഗം എന്താ പറയുക, നമുക്ക് നെയ്യാറ്റിൻകര കഴിഞ്ഞിട്ടുള്ള ഭാഗം, അതായത് അമരവിള, നെയ്യാറ്റിൻകര തൊട്ട് അമരവിള അങ്ങോട്ടുള്ള ഭാഗം സെക്കൻഡ് പാർട്ടായിട്ട് നമുക്ക് ചെയ്യാം. സോ ഇത് നമ്മൾ നെയ്യാറ്റിൻകര സ്റ്റേഷൻ്റെ തൊട്ട് മുന്നേ ഉള്ള ഒരു ചെറിയ പാലമാണ്. ഇത് ഇവിടെയൊക്കെ മുകളിൽ പുതിയ പാലത്തിനുള്ള കൺസ്ട്രക്ഷനൊക്കെ നടക്കുന്നുണ്ട്. അവിടെയാണ് പുതിയ പാലത്തിലുള്ള കൺസ്ട്രക്ഷനൊക്കെ നടക്കുന്നത്. അപ്പം നമ്മൾ നേരെ മെയിൻ ലൈനിലോട്ട് തന്നെയാണ് കയറുന്നത്. പുനലൂർ വന്നിട്ടില്ല. അപ്പോൾ പുനലൂർ അവിടെ പാറശാല ലൂപ്പിൽ കാണും. പുനലൂർ നമ്മൾ മെയിൻ ലൈനിലോട്ട് തന്നെയാണ് കയറുന്നത്. നെയ്യാറ്റിൻകരയിൽ കൺസ്ട്രക്ഷനൊക്കെ മുടങ്ങി കിടക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ കൺസ്ട്രക്ഷനൊക്കെ നല്ല തോതിൽ നടക്കുന്നുണ്ട്. അവർ മറ്റേ നമ്മുടെ ഫുട് ഓവർ ബ്രിഡ്ജൊക്കെ നല്ല റൂഫൊക്കെ കൊടുത്ത് അടിപൊളിയാക്കിയിട്ടുണ്ട്. ഇവിടെയും കുറച്ച്, അതായത് സ്ലാബുകളൊക്കെ വാർക്കണ പണികളൊക്കെ നടക്കുന്നുണ്ട്. ആ ഒരു ഹൈറ്റിലായിരിക്കും പുതിയ പ്ലാറ്റ്ഫോം. നമ്മളിപ്പോൾ ഈ ഒരു ഹൈറ്റിലാണ് നിൽക്കുന്നത്. ആ കാണുന്ന ആ ആൾ നിൽക്കുന്നുണ്ടോ, ആ ഒരു ഹൈറ്റിലായിരിക്കും പുതിയ പ്ലാറ്റ്ഫോം വരുന്നത് നെയ്യാറ്റിൻകര സ്റ്റേഷനിലെ. അപ്പോൾ നമുക്ക് പരമാവധി ഉള്ളിലോട്ട് നിന്ന് തന്നെ കാഴ്ചകൾ കാണാം. ഇതാണ് പുതിയ ഫുട് ഓവർ ബ്രിഡ്ജ്. അത്യാവശ്യം കൺസ്ട്രക്ഷൻ ഒക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ആളുകൾ കയറിയിട്ട് ബാക്കി വീഡിയോ എടുക്കാം. അപ്പോൾ ഈ സൈഡിലൊക്കെ ഇതുപോലെ കൺസ്ട്രക്ഷനൊക്കെ നടക്കുന്നുണ്ട്. നെയ്യാറ്റിൻകര സ്റ്റേഷനാണ്. വണ്ടി എന്തോ ഇവിടെ നിർത്തിയിട്ടിരിക്കുകയാണ്, സിഗ്നൽ കിട്ടിയിട്ടില്ല. ഇനി ചിലപ്പോൾ പുനലൂർ വന്നിട്ടേ പോകത്തുള്ളായിരിക്കും. അപ്പോൾ എന്തായാലും നമ്മൾ ഈ സൈഡും കൂടെ ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാഴ്ചകൾ കാണിക്കാമെന്ന് വിചാരിച്ചു. പ്ലാറ്റ്ഫോം 1-ൻ്റെ 2-ൻ്റെ സൈഡാണ്. അപ്പോൾ നെയ്യാറ്റിൻകരയിൽ ഇവിടെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാനാകത്തില്ല. അത് കാരണം ഞാൻ ഈ സൈഡ് അടുത്ത ദിവസം വീഡിയോസ് എടുക്കാം. അടുത്ത ദിവസം രാവിലെ എടുക്കാം. അതാകുമ്പോൾ അത്യാവശ്യം വെട്ടം കാണും. സോ നമ്മൾ നമ്മുടെ ഫസ്റ്റ് പാർട്ട് വീഡിയോ, അതായത് തിരുവനന്തപുരം മുതൽ നെയ്യാറ്റിൻകര വരെയുള്ള ഒരു സൈഡിലെ കാഴ്ചകൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. സോ ഇതുപോലെ പാർട്ടായിട്ട് ഞാൻ ഓരോ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. ഈ ഒരു ജേണിയിൽ തന്നെ ഞാൻ പാറശാല വരെയുള്ള വീഡിയോ എടുക്കുന്നുണ്ട്. ബാക്കി അടുത്ത പാർട്ട് ഒരു 2 ദിവസം 3 ദിവസം ഗ്യാപ്പിൽ എടുത്തെടുത്ത് പോവാം. സോ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും അറിയിക്കുക. എങ്ങനെയുണ്ട്, ഈ ഒരു ഐഡിയ എങ്ങനെയുണ്ട്, ചെറിയ പാർട്ടായിട്ട് ഇടുന്നതിൻ്റെ ഐഡിയ എങ്ങനെയുണ്ടെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. സപ്പോർട്ട് തുടരുക. താങ്ക് യു ആൻഡ് ബൈ ഫ്രം ശ്രീനാഥ്. അടുത്തൊരു വീഡിയോയിൽ കാണാം.